ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ നല്ലൊരു ഉണക്കമീൻ പറ്റിച്ചതാണ് തയ്യാറാക്കുന്നത്. എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് നല്ല ഇളവൻ തേങ്ങയാണ്. എന്ന് വെച്ചാൽ കരിക്കുമല്ല, എന്നാൽ ഒരുപാട് മൂത്ത് പോയ തേങ്ങയല്ല, ഒരു പാകത്തിനുള്ള തേങ്ങയാണ് നമുക്ക് വേണ്ടത്. ഇതിനാണ് കൂടുതൽ ടേസ്റ്റ്. ഇതിനി നമ്മൾ തൊണ്ട് കളഞ്ഞൊന്ന് എടുക്കുന്നുണ്ട്. ഇനി ഇത് നീളത്തിലൊന്ന് അരിഞ്ഞെടുക്കണം. ഒരുപാട് കട്ടിയല്ല, എന്നാൽ ഒരുപാട് തിന്നുമല്ലാത്ത പോലെ നമ്മളിതൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. ഒരു തേങ്ങ ഫുള്ളാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇത്രയെങ്കിലും വേണം നമുക്ക് ഈ മീൻ പറ്റിച്ചത് തയ്യാറാക്കാനായിട്ട്. കൂടുതൽ തേങ്ങ ഉണ്ടെങ്കിൽ മാത്രമേ കറിക്ക് നല്ല ടേസ്റ്റ് കാണത്തുള്ളൂ. ഇത്രയും നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. എന്തോരം മീനാണോ എടുത്തിരിക്കുന്നത് അതിലും കുറച്ച് കൂടുതലായിട്ട് നമുക്കിതുപോലെ തേങ്ങ അരിഞ്ഞെടുത്ത് കഴിയുമ്പോൾ ഉണ്ടാവണം. ഇതിപ്പോൾ കറക്റ്റ് പാകത്തിനാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിലേക്ക് പുളി ചേർത്ത് കൊടുക്കണം. നല്ല പുളിയുള്ള നല്ല കുടംപുളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 3 വലിയ കുടംപുളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത്രയും നമ്മൾ കുക്കറിലിട്ട് വേവിക്കാൻ പോവുകയാണ്. അതല്ലെങ്കിൽ തേങ്ങാക്കൊത്ത് നന്നായിട്ട് വെന്ത് കിട്ടത്തില്ല. തേങ്ങാക്കൊത്തിന് നല്ല വേവുള്ളതാണ്. ആദ്യമേ തേങ്ങാക്കൊത്തുനിന്ന് ഇട്ട് കൊടുക്കുക. ഇനി വേണ്ടത് കുടംപുളിയാണ്. ഒരു 3 കുടംപുളി ചെറുതാക്കിയത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തായിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇത് തേങ്ങാക്കൊത്തിൻ്റെ മേതെ വരുന്ന പോലെ നമ്മൾ വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് വേവിക്കാനായിട്ട് വെച്ച് കൊടുക്കാം. കുക്കറിലാണെങ്കിൽ കറക്റ്റ് 15 വിസിൽ അടുപ്പിക്കുന്നത് വരെ നമ്മളിത് വേവിച്ചെടുക്കണം. എന്നാൽ മാത്രമേ തേങ്ങാക്കൊത്ത് നന്നായിട്ട് വെന്ത് കിട്ടത്തുള്ളൂ. അടുപ്പിലാണെങ്കിൽ ഒരുപാട് നേരം നമ്മളിത് നല്ലപോലെ ചെറുതീയിൽ നല്ലപോലെ പറ്റിച്ച് വേവിച്ചെടുക്കണം. നമ്മളിപ്പോൾ കുക്കറിൽ വെക്കുന്നതുകൊണ്ട് തന്നെ 15 വിസിൽ അടുപ്പിച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒഴിച്ചു കൊടുത്ത വെള്ളത്തിൻ്റെ 3/4 ഭാഗം പറ്റിപ്പോയിട്ടുണ്ട്. ഇത് നമുക്കിനി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് മീൻ പറ്റിക്കാൻ അതിനായിട്ട് ചട്ടി ഒന്ന് വെച്ച് കൊടുത്ത് അതിൽ വെള്ളമെല്ലാം പറ്റി വന്നതിന് ശേഷം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ചെറുതായിട്ടതൊന്ന് ചൂടാക്കിയെടുക്കാം. പച്ചച്ചവ മാറുവോളം ഒന്ന് എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം മുളക് പൊടിയാണ് ഇനി ചേർത്ത് കൊടുക്കേണ്ടത്. ഒരു 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് എരിവില്ലാത്ത മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു 2.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തായിട്ട് മല്ലിപ്പൊടിയാണ് വേണ്ടത്. ഒരു 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. മുളക് പൊടിയും മല്ലിപ്പൊടിയും പാകത്തിനൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത്രയും വെള്ളം ചേർത്ത് കൊടുക്കണം. ഒരു 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. മീനെല്ലാം ഒന്ന് മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം വേണം. കുറച്ചുകൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യമേ കുറച്ച് മാത്രം വെള്ളം ചേർത്തൊന്ന് മിക്സ് ചെയ്യുമ്പോഴത്തേക്കും നന്നായിട്ട് അതൊന്ന് കുറുകി വരും. അപ്പോൾ നമുക്ക് വീണ്ടും ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ കറക്റ്റ് പാകത്തിന് തന്നെ നമുക്ക് ചാറാക്കി എടുക്കാൻ പറ്റും. ഇത് നമ്മൾ ആവശ്യത്തിന് തന്നെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങാക്കൊത്ത് വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. അതും കൂടി നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇത് തേങ്ങാക്കൊത്തും ഫുള്ളായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇനി ഉപ്പ് കളഞ്ഞെടുത്ത തെരണ്ടി മീനാണ് ചേർത്ത് കൊടുക്കുന്നത്. പാകത്തിന് മുറിച്ച് വെച്ചിരിക്കുന്ന തെരണ്ടി മീനൊന്ന് ചേർത്ത് കൊടുക്കാം. തെരണ്ടി മീൻ വെച്ചിട്ടാണ് കൂടുതലും മീൻ പറ്റിക്കാറുള്ളത്. തെരണ്ടി മീൻ ആദ്യം നമ്മൾ മുറിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ ഉപ്പ് പോകാനായിട്ട് നല്ലപോലെ തിളപ്പിച്ച് ഊറ്റിക്കളഞ്ഞതിന് ശേഷം നന്നായിട്ട് കഴുകി എടുത്തിട്ടുള്ള കഷ്ണങ്ങളാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരു പകുതിയോളം ഉപ്പ് പോയിട്ടുണ്ട്. എന്നാലും ഇനി ഉപ്പുണ്ടെങ്കിൽ തന്നെ നമ്മൾ കുടംപുളി നല്ലപോലെ ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഉപ്പ് ബാലൻസ് ചെയ്ത് തന്നെ നിന്നോളും. ഇനി കറിക്ക് എക്സ്ട്രാ ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമേ ഇല്ല. തേങ്ങാക്കൊത്ത് വേവിച്ചപ്പോൾ മാത്രമേ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി ഇനി മീനിൽ നിന്ന് തന്നെ നല്ലപോലെ ഉപ്പ് ഇറങ്ങിക്കോളും.
ഇതിനെ തിളയ്ക്കാനായിട്ട് മൂടി വെച്ച് തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. മീൻ പെട്ടെന്ന് തന്നെ വെന്തോളും. എന്നാലും നമുക്ക് ഈ ചാറ് ചെറുതായിട്ടൊന്ന് പറ്റിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് നേരം കൂടി ഒന്ന് അടുപ്പത്ത് വെച്ച് തന്നെ തിളപ്പിച്ചെടുക്കാം. ഇത് നമ്മുടെ കറി പാകത്തിന് തന്നെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ചെറുതായിട്ട് ചാറൊക്കെ ഒന്ന് പറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പത്തുനിന്ന് വാങ്ങാം. ചെറുതായിട്ടൊന്ന് ചുറ്റിച്ചു കൂടി കൊടുക്കുന്നുണ്ട്. മിക്സ് ചെയ്യുന്നതിന് പകരം ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി. ഇത് നല്ല ഉണക്ക തരണ്ടി പറ്റിച്ച് റെഡിയായിട്ടുണ്ട്. ഇനി ഇരിക്കുന്നതോറും ഇതിൻ്റെ ചാറ് നന്നായിട്ടൊന്ന് കുറുകി വരും. ചട്ടിയുടെ ചൂട് നന്നായിട്ടുള്ളത് കൊണ്ട് തന്നെ ചാറ് നന്നായിട്ട് പറ്റി വരും. ഇനി വാങ്ങി വെച്ചതിന് ശേഷം പുളിയൊക്കെ ഒന്ന് മാറ്റാം. അല്ലെങ്കിൽ ചിലപ്പോൾ പുളി കൂടി പോവും. അതുകൊണ്ടാണ് ലാസ്റ്റ് പുളിയെല്ലാം ഒന്ന് മാറ്റുന്നത്. ഇതാ കണ്ടു നോക്കും, നമ്മുടെ അടിപൊളി ഒരു ഉണക്കമീൻ പറ്റിച്ച് ഇതൊന്ന് തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഭയങ്കര നഷ്ടമായി പോവും. ഇതിൻ്റെ ടേസ്റ്റ് ഒരു രക്ഷയില്ല. അതും ആ തേങ്ങാക്കൊത്തും കുറച്ച് മീനും കൂടി എടുത്ത് നല്ല ചൂട് ചോറിൻ്റെ കൂടെ കഴിച്ച് നോക്കണം. വേറൊരു നോൺ വെജ് കറിക്കും ഇതിൻ്റെ ടേസ്റ്റ് കിട്ടത്തില്ല. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ചൂട് ചോറിൻ്റെ കൂടെയാണ് ഏറ്റവും നല്ലത്. ഏറ്റവും ലാസ്റ്റായിട്ട് നമ്മൾ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു തവി പച്ച വെളിച്ചെണ്ണയും കൂടി ചേർത്ത് നമുക്കിനി ഇത് കഴിക്കാവുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ തേങ്ങാക്കൊത്തിന് തന്നെ എന്തൊരു ടേസ്റ്റാണെന്ന് അറിയാവോ? അത് മാത്രം കൂട്ടിയാണെങ്കിൽ ചോറിൻ്റെ പോവും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും കാണാം. ബൈ.